കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസ്ഥാനം ഉപേക്ഷിക്കുമോ? അതോ കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കുമോ? ഇതാണ് ഇന്ന് പല ആളുകളും ചോദിക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് എനിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ട, എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് സുരേഷ് ഗോപി നിർബന്ധം പിടിക്കുന്നു? അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപേ ഫിലിം ചേംബറിൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിന്റെ ചില പ്രസിദ്ധ ഭാഗങ്ങൾ കേട്ടിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു 22 ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് തന്നെ ഇറങ്ങി. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6 പോരും. എൻ്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിയിൽ നിന്നുള്ള 3-4 പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരവൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം. ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും. എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും. ഇതൊന്നും പറ്റുന്നില്ല. തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത്. അതൊരു കാശ് പറയുകയാണ്. ഞാനിതൊന്നും മോഹിച്ചതുമല്ല, ഞാനിതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല. കേന്ദ്രമന്ത്രി പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് 22 സിനിമകളോട് ചെയ്യണമെന്ന് അമിത്ഷായോട് പറഞ്ഞു. അദ്ദേഹം ആ പേപ്പർ എടുത്ത് മാറ്റിവെച്ചു. അതുകൂടാതെ ഇതിന്റെ പേരിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തുനിന്നും എന്നെ പറഞ്ഞു വിട്ടാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൂടാതെ മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുപ്രവർത്തനം ആണ് ഈ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ MP സ്ഥാനം MLA സ്ഥാനം എന്നൊക്കെ പറയുന്നത്. അതൊരു ജനസേവനമാണ്. ഇദ്ദേഹം അതിനെ ഒരു ജോലിയായിട്ടാണ് കാണുന്നത്. ആ ജോലി ആ സ്റ്റാഫുകളെല്ലാം വന്ന് ഞാനൊരു ക്യാരവാൻ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു ക്യാരവാൻ എടുത്തു കൊടുക്കും, അവിടെ ഇരുന്ന് അതവർ ചെയ്യും. അതൊരു ജോലിയായിട്ടാണ് പുള്ളിക്കാരൻ അത് പരിഗണിക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നു, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസ്ഥാനം പോയാലും എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ഇദ്ദേഹം നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? പല ആളുകളും ഇദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർക്കാരെ ഇദ്ദേഹം വഞ്ചിച്ചു, തൃശ്ശൂർക്കാർ വിശ്വാസപൂർവ്വം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടും ഇദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഇതൊക്കെ ആളുകളിൽ ആശങ്ക ഉളവാക്കുകയും സംശയം ഉളവാക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ്? ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ പണ്ട് മുതലേ മലയാളികൾക്ക് പരിചിതമാണ്. അതിന് കാരണം ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ്. അതിനുപരിയായിട്ട് ഓരോ സിനിമാ നടനും ഒരു ബിസിനസ്സാണ്. അത് നമ്മൾക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു കാര്യമാണ്. ഓരോ സിനിമാ നടനും ഒരു ഫേസ് വാല്യൂ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ വാല്യൂ കൃത്യമായ രീതിയിൽ ചില നിർമ്മാതാക്കൾ, ചില ബിസിനസ്സുകാർ അത് മാർക്കറ്റ് ചെയ്യാറുണ്ട്. അത് സിനിമ എന്ന രൂപത്തിലാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു ബിസിനസ് സ്ഥാപനമാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമുക്കറിയാം കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ അനേകം ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന പല പ്രമുഖരുമുണ്ട്. യൂസഫ് അലിയെ പോലുള്ളവർ, രവിപിള്ളയെ പോലുള്ളവർ, അദാനിയെ പോലുള്ളവർ, അല്ലെങ്കിൽ അംബാനിയെ പോലുള്ള ആളുകൾ. ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ നല്ല സ്വാധീനമുള്ള ആളുകളാണ്. ഇവരാരും ഒരിക്കലും തങ്ങളുടെ ബിസിനസ് പ്രസ്ഥാനം ഉപേക്ഷിച്ച്, തങ്ങളുടെ ബിസിനസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ നേരിട്ടിറങ്ങി ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയോ ഒരു MPയോ MLA ഒന്നും ആകാൻ ശ്രമിക്കുകയോ ചെയ്യില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം തങ്ങളുടെ ബിസിനസ്സാണ് അവർക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ച് ഇവർ അധികാരം കൈയാളുന്നില്ല എന്നല്ല പറയുന്നത്. ഇവർ കൃത്യമായിട്ട് അധികാര കേന്ദ്രങ്ങൾ ഭരിക്കുകയും അവിടേക്ക് വലിയ ഫണ്ടിങ്ങുകൾ നടത്തി തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ആ അധികാര സ്ഥാനത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. കാരണം അവരുടെ ബിസിനസ് സാമ്രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവർ ഫണ്ടിങ് നടത്തുകയും തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ അവിടേക്ക് എത്തിക്കുകയും തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന ചില നേതാക്കന്മാർ വരെ ഭരിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ് പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബിസിനസ്സുകാരാണ്. അപ്പോൾ അവർക്ക് നേരിട്ട് മത്സരിച്ച് ഒരു MLA MP ആയി അധികാര സ്ഥാനങ്ങൾ കൈയാളേണ്ട ആവശ്യമില്ല. അവരുടെ ബിസിനസ് സുഗമമായി കൊണ്ടുപോവുകയും ചെയ്യാം. ഈ മന്ത്രി തലത്തിലും ഗവൺമെന്റ് തലത്തിലും സ്വാധീനം ചെലുത്താനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ യൂസഫ് അലിയും അദാനിയും അംബാനിയും രവിപിള്ളയെ പോലെയുള്ള ആളുകളൊക്കെയും പലതരം ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെയും സ്റ്റാഫുകളുണ്ട്. ഇവരിതൊക്കെയും കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട്. അവരൊക്കെ ഓരോ സ്ഥാപനങ്ങളാണ് നടത്തുന്നത്. ഇവർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ മത്സരിക്കാം. അപ്പോൾ അവരുടെ ബിസിനസ്സുകൾ അവരുടെ മക്കളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ജോലിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം MLAയോ അല്ലെങ്കിൽ MPയോ ഒക്കെ ആയി അല്ലെങ്കിൽ മന്ത്രിയൊക്കെ ആവാൻ അവർക്ക് സാധിക്കും. ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പുള്ളിക്കൊരു പല ബിസിനസ്സുകളില്ല.
അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫേസ് വാല്യൂ ആണ്. അദ്ദേഹം എന്ന നടനാണ് ബിസിനസ് എന്ന് പറയുന്നത്. അവിടാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത 5 കൊല്ലം ഇദ്ദേഹം മന്ത്രിയായി തുടരുകയും സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതാകുകയും ചെയ്താൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം പല പല ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളായിരുന്നുവെങ്കിൽ ആ ബിസിനസ്സുകളൊക്കെ തൻ്റെ മക്കളെ ഏൽപ്പിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് സുഖമായിട്ട് തൻ്റെ ജോലി ചെയ്യാമായിരുന്നു. എന്നാൽ ഇവിടെ സ്ഥിതി അതല്ല. ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് ഇദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് കോടികൾ വരുമാനം കിട്ടുകയുള്ളൂ. അതിനുള്ളൊരു കാരണം, ഇദ്ദേഹം പണ്ട് മുതലേ സിനിമാ നടനായിരുന്നു, പൊതുപ്രവർത്തനായിരുന്നില്ല. കോടികൾ വരുമാനം ഉണ്ടാക്കി ലക്ഷറീസ് ആയിട്ട് ജീവിച്ചു പോരുന്ന ഒരാളാണ്. അപ്പോൾ ഒരു മന്ത്രിയായിട്ട് അടുത്ത 5 കൊല്ലം തുടർന്നാൽ ഇദ്ദേഹത്തിന് ലഭിക്കേണ്ട ഈ പണം ലഭിക്കില്ല. അപ്പം മന്ത്രിസ്ഥാനത്തേക്ക് ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു MP ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം വരുമാനം കിട്ടുമെന്ന് നമുക്കറിയാം. ഇദ്ദേഹം ഈ പറയുന്ന 22 സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടുന്ന തുകയുടെ 4/1 തുക പോലും ഇദ്ദേഹത്തിന് ഈ മന്ത്രിസ്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ MP സ്ഥാനം കൊണ്ടോ ലഭിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് മൂലം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ സിനിമാ മേഖലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടുത്ത 5 കൊല്ലം സുരേഷ് ഗോപി സിനിമാ മേഖലയിൽ സജീവമായില്ല എങ്കിൽ പൂർണ്ണമായിട്ട് ഫീൽഡ് ഔട്ട് ആവും. 5 കൊല്ലത്തിന് ശേഷം തിരിച്ചു വരാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ് വാല്യൂവിന് നല്ല മാർക്കറ്റുള്ള സമയമാണ്. ഈ സമയങ്ങളിൽ അത് കൃത്യമായ രീതിയിൽ മാർക്കറ്റ് ചെയ്തില്ല എങ്കിൽ ഇദ്ദേഹത്തിന് വലിയ സാമ്പത്തിക നഷ്ടം തന്നെ ഈ 5 കൊല്ലം കൊണ്ടുണ്ടാവും. സുരേഷ് ഗോപിയുടെ മുൻപിൽ 2 ഓപ്ഷൻ മാത്രമേ നിലവിലുള്ളൂ. ഒന്നുകിൽ മന്ത്രിയായി തുടർന്നുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അനുവാദം കേന്ദ്ര സർക്കാർ നൽകണം, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി സിനിമയിൽ അഭിനയിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. ഇതിൽ 2 ഓപ്ഷനാണ് സുരേഷ് ഗോപി നിലവിൽ പരിഗണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വമേധയാ കേന്ദ്ര മന്ത്രിസ്ഥാനം രാജിവെച്ച് ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. അങ്ങനെ ഉണ്ടായാൽ സംസ്ഥാന പാർട്ടി ഘടകത്തിനും സുരേഷ് ഗോപിക്കും കേന്ദ്ര സർക്കാരിനും അതൊരു നാണക്കേടാണ്. ഇദ്ദേഹം എന്ന ബിസിനസ് പ്രസ്ഥാനത്തെ മാർക്കറ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യമാണ്. എന്നാൽ വോട്ട് ചെയ്ത പൊതുജനത്തോട് ഇദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ഇദ്ദേഹം നിറവേറ്റും എന്നാണ് പൊതുജനത്തിന്റെ വിശ്വാസം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും എൻ്റെ സ്വന്തം നിരീക്ഷണത്തിലുള്ള കാര്യങ്ങളാണ്. മറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.